ഓം ശ്രീ മാത്രേ നമ. നമസ്തേ. നമ്മൾ ഇന്ന് ശനീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ശനിദോഷങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ശനിദശാകാലത്ത്, ശനിദശയുടെ അപഹാരകാലത്ത്, കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അങ്ങനെ അഷ്ടമശനി, ഇങ്ങനെ ശനിയുടെ വിവിധ അവസ്ഥയിലുള്ളവർ, അവർക്ക് പൂജകൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ സാധിക്കാത്തവർക്ക് പോയി ദർശനം നടത്തി പോരുമ്പോൾ ആ ശനിദോഷം പൂർണ്ണമായി മാറുന്ന തമിഴ്നാട്ടിലെ തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രസിദ്ധമായ, വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ശിവക്ഷേത്രമാണ്. അവിടെ ശിവഭഗവാനാണ് പ്രധാന മൂർത്തി. അത് കഴിഞ്ഞാൽ പാർവതീദേവിയുടെ അമ്മയുടെ നടയും ഉണ്ട്. അപ്പോൾ ശിവഭഗവാനെ ദർശനം നടത്തി, അമ്മയെയും ദർശനം നടത്തിയതിന് ശേഷം വരുമ്പോൾ, പ്രദക്ഷിണം കഴിഞ്ഞ് വരുമ്പോൾ, ശിവഭഗവാന്റെ വലതുഭാഗത്തായിട്ട് ശനീശ്വരൻ്റെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഇതെല്ലാം ഒരേ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെയാണ് ശിവഭഗവാനും പാർവതീദേവിയും ശനീശ്വര ഭഗവാനും. ശനീശ്വര ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് ഇവിടെ പോകുമ്പോൾ ശിവക്ഷേത്രത്തിലേക്ക് അർച്ചനയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാം, പാർവതീദേവിക്ക്, അമ്മയ്ക്ക് ക്ഷേത്രത്തിലേക്ക് അർച്ചനയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാം. പക്ഷേ അധികം പേരും ശനീശ്വര ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ, ശിവഭഗവാന്റെ ക്ഷേത്രം ശിവശിവ എന്നാണ് എഴുതി വച്ചിരിക്കുന്നതെങ്കിലും അധികം പേരും ശനിയാഴ്ചകളിൽ നീല വസ്ത്രവും, കരിനീല വസ്ത്രവും, കറുത്ത വസ്ത്രവും ഒക്കെ ധരിച്ചുകൊണ്ട് അർച്ചനയ്ക്കായിട്ട് കറുത്ത പട്ട്, നീല ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ, അതുപോലത്തെ ഒരു നീലക്കുറിഞ്ഞിയുടെ പൂക്കൾ പോലത്തെ ഒരു തരം നീല നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാല, അതുപോലെ പഴം, നാളികേരം, ഇത്രയും സാധനങ്ങളുമായിട്ട് അർച്ചനച്ചീട്ടുമായി നമ്മൾ അകത്തേക്ക് പോകുന്നു. ശനീശ്വരനെ കണ്ട് നന്നായി തൊഴുത് അർച്ചന അവിടെ ചീട്ടും കൊടുത്ത് ഇപ്പോൾ പൂജാദ്രവ്യങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ തന്നെ നമ്മൾ കൊണ്ടുപോയ മാല ശനീശ്വര ഭഗവാന്റെ ദേഹത്ത് ചാർത്തുന്നു, ആ ബിംബത്തിൽ ചാർത്തുന്നു, പട്ട ചാർത്തുന്നു, നാളികേരം ഉടച്ചിട്ട് ഒരു മുറിയും പഴം നിവേദിച്ചിട്ട് പഴവും നമുക്ക് തിരിച്ചു തരുന്നു, നല്ല ഭസ്മവും നമുക്ക് തിരിച്ചു തരുന്നു. സന്തോഷത്തോടുകൂടി ഭഗവാനെ തൊഴുത് നന്നായിട്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ കണ്ടകശനിയുടെ ദോഷങ്ങളും അഷ്ടമശനിയുടെ ദോഷങ്ങളും ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നന്നായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ ദോഷങ്ങളും മാറി എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന് നമ്മൾ ആ ഗോപുരം എത്തുന്നതിന് മുമ്പ് ആ അമ്പലത്തിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ദീപം തെളിക്കുന്ന സ്ഥലം. അവിടെ ശനീശ്വരൻ്റെ നല്ലൊരു ഫോട്ടോ വച്ചിട്ടുണ്ട്. ശനീശ്വര ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് തൊട്ടടുത്ത് തന്നെ നല്ല ഒരു കാക്കയും ഭഗവാന്റെ വാഹനമായ കാക്കയുടെ ചിത്രവുമുണ്ട്. അത് ഭിത്തിയിൽ ഇങ്ങനെ കൊത്തി വച്ചിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടുത്തായി ഒരു തട്ടം വച്ചിട്ടുണ്ട്. തട്ടത്തിൽ അടുത്ത് തന്നെ ഇങ്ങനെ നെയ്വിളക്കുകൾ ചെരാതിലൊക്കെ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും പൈസ കൊടുത്തിട്ട് ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ളത്രയും നെയ്യ് ദീപം എടുത്ത് ഭഗവാൻ ഇങ്ങനെ ആരതി കാണിച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ കത്തിച്ച് വയ്ക്കും. 8 വിളക്കുകൾ, 9 വിളക്കുകൾ, 12 വിളക്കുകൾ, എന്തായാലും 12-ൽ കൂടുതൽ ആരും ചെയ്ത് കണ്ടില്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയത് 12 രാശികളെയും പ്രതിനിധാനം ചെയ്താവാം. 12ാമത്തെ ലഗ്നത്തിൻ്റെ 12ാമത്തെ രാശിയിൽ ശനി നിൽക്കുന്നവരായിരിക്കാം 12 വിളക്കും കത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങളും ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ശനീശ്വര പൂജ വേണോ എന്ന് ആചാര്യന്മാർ ചോദിച്ചു. അപ്പോൾ ഒരാൾ എൻ്റെ കൂട്ടത്തിലുള്ളയാൾ ശനീശ്വര പൂജയ്ക്ക് പോയി. അവിടെ പോയി അത് പ്രത്യേകമായിട്ട് നമ്മൾ വഴിപാടൊക്കെ കൊടുത്ത് ശനീശ്വര പൂജയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് പുറത്തിറങ്ങി. പക്ഷെ മനസ്സിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസം, ഇനി ശനി, കർമാധിപനായ ശനിയുടെ ദോഷങ്ങളെല്ലാം മാറി ഇനി നമുക്ക് കർമ്മം തെളിയും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി.
അപ്പോൾ നമുക്കിത് തമിഴ്നാട്ടിലെ ശനീശ്വര ക്ഷേത്രമാണെങ്കിൽ കേരളത്തിലുമുണ്ട് ശനീശ്വര ക്ഷേത്രം. കേരളത്തിലെ ശനീശ്വര ക്ഷേത്രം ഏറ്റുമാനൂരിനടുത്തുള്ള കുറുപ്പന്തറയിൽ ഒരു ശനീശ്വര ക്ഷേത്രമുണ്ട്. വളരെ ചെറിയ ക്ഷേത്രമാണെങ്കിലും വളരെ നല്ല രീതിയിൽ പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കുറുപ്പന്തറയിലെ ശനീശ്വര ക്ഷേത്രം. ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നത് ശനിയാഴ്ചകളിലാണ്. അവിടെ പോയി നെയ്വിളക്ക് കത്തിക്കുന്നവരുണ്ട്, നെയ്ദീപത്തിന് പുറമെ എള്ളുതിരി കത്തിക്കുന്നവരുണ്ട്, ശനീശ്വര പൂജ തന്നെ നടത്തുന്നവരുണ്ട്, കറുത്ത പട്ടും പ്രായത്തിനൊത്ത നാണയവും സമർപ്പിക്കുന്നവരുണ്ട്, മാല പറഞ്ഞില്ലേ ഈ നീല ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ സമർപ്പിക്കുന്നവരുണ്ട്. തീർച്ചയായാലും നമ്മളുടെ ശക്തിക്കൊത്തവണ്ണം പൂക്കളൊക്കെ അവിടെ സമർപ്പിച്ച് മുന്തിരിയൊക്കെ അവിടെ സമർപ്പിച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു പോരുമ്പോൾ ആ ശനി ഭഗവാനെ കണ്ട് തൊഴുത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു പോരുമ്പോൾ വല്ലാത്ത സന്തോഷവും സമാധാനവും. കർമാധിപനായ ശനി, കണ്ടകശനിയും മേടരശനിയും ജന്മശനിയും അഷ്ടമശനിയും അതുപോലെ 19 വർഷത്തെ ശനിദശയുടെ അപഹാരകാലത്തിൽ അത് ശനിയുടെ അപഹാരകാലത്ത് വരുന്ന കഷ്ടങ്ങളും എല്ലാം മാറിപ്പോകുമെന്നുള്ളൊരു വിശ്വാസമാണ് ശനീശ്വര ക്ഷേത്രത്തിൽ പോയി ദീപം തെളിച്ച് അർച്ചന നടത്തി നാണയമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോരുമ്പോൾ. അപ്പോൾ കേരളത്തിൽ കുറുപ്പന്തറയിലുണ്ട്. അതുപോലെ തന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് മുരുടേശ്വരം എന്നൊരു ക്ഷേത്രമുണ്ട്. ആ മുരുടേശ്വരത്ത് അവിടെയുമുണ്ട് ഒരു ശനീശ്വര ക്ഷേത്രം. അവിടെയും ശനിക്ക് അഷ്ടോത്തരം ചൊല്ലിയിട്ട് അർച്ചന നടത്തും, ശനീശ്വര പൂജ നടത്തും. അവിടെയും കറുത്ത പട്ടും അർച്ചനയ്ക്കുള്ള സാധനങ്ങളൊക്കെ സമർപ്പിക്കുന്ന അവിടെയും നമുക്ക് പ്രാർത്ഥിച്ച് കർമ്മദോഷങ്ങളെല്ലാം മാറ്റാം. ശനി ഭഗവാൻ എന്ന് പറയുന്ന കർമാധിപനാണ്. അപ്പോൾ കർമാധിപൻ അനുഗ്രഹിച്ചാൽ ജോലിയിൽ സ്ഥിരത കിട്ടും. നല്ല ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശനീശ്വരനെ കൂടി പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാട് കഴിക്കുന്നത്, അതും ശനിയാഴ്ചകളിൽ വഴിപാട് കഴിക്കുന്നത് അവരുടെ ആഗ്രഹപൂർത്തിക്ക് ഫലം നൽകും. ഇപ്പം നമ്മൾ ബെൽഗാമിനടുത്ത് നമ്മൾ കോലാപരേശ്വര ക്ഷേത്രത്തിനടുത്ത് പോകുമ്പോൾ അവിടെയുമുണ്ട് ഒരു ശനീശ്വര ക്ഷേത്രം. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠകളുണ്ടാവും. ആ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരനും കറുത്ത പട്ടും പ്രായത്തിനൊത്ത നാണയവും, ശനി നീചരാശിയിലാണെങ്കിൽ അതായത് മേടൻ രാശിയിൽ ശനി വന്നിട്ടുണ്ടെങ്കിൽ അവരവിടെ തൻ്റെ പ്രായത്തിനൊത്ത നാണയവും പട്ടും സമർപ്പിക്കുന്നത്, എള്ള് തിരി കത്തിക്കുന്നത്, എള്ള് തലയ്ക്കൊഴിഞ്ഞൊഴുക്കി കളയുന്നതൊക്കെ ശനിയുടെ ദോഷങ്ങൾ മാറി ശനി നമുക്ക് അനുകൂലമായി തീരുന്നതിന് സഹായകമാകും. ശനീശ്വരനെ തൊഴുത് എല്ലാ അനുഗ്രഹവും വാങ്ങുമ്പോൾ ശനിക്ഷേത്രത്തിൽ തൊഴുതിട്ട് തിരിഞ്ഞു നോക്കാതെ പോരണമെന്നാണ് പറയുക. കാരണം ശനി ഭഗവാൻ കൂടെ പോരുമെന്ന് പറയുന്നത്. അപ്പോൾ വഴിപാടൊക്കെ കൊടുത്ത് സന്തോഷത്തോടുകൂടി തിരിഞ്ഞു നോക്കാതെ പോരുമ്പോൾ നമുക്ക് എല്ലാ നന്മകളും കിട്ടും. തീർച്ചയായും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രത്തിലും കുറുപ്പന്തറ ശനീശ്വര ക്ഷേത്രത്തിലും അല്ലെങ്കിൽ മുരുടേശ്വരത്തോ അവനവന് അനുയോജ്യമായ ക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ചകളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കൂ. എല്ലാ ശനിദോഷങ്ങളും മാറും. മാതാവിന് ശനിയാഴ്ചകളിൽ നീല വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെയും നാണയം സമർപ്പിച്ചും നമുക്ക് ശനിദോഷ നിവാരണം വരുത്താം. ശനിയുടെ ദോഷങ്ങൾ മാറുന്നതിന് അനുകൂലമായ അനുഭവം നമുക്ക് ഉണ്ടാവും. നന്ദി, നമസ്കാരം.